ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ്. ഇപ്പോൾ NMSന്റെ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മാറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തേത്. അപ്പോൾ നിങ്ങൾക്കറിയാം NMSൽ രണ്ട് സെക്ഷൻ ആയിട്ടാണ് വരുന്നത്, സാറ്റും അതുപോലെ തന്നെ മാറ്റും. അപ്പോൾ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലൊന്നും അങ്ങനെ നോർമലി പഠിക്കുന്ന സബ്ജക്ട്സ് അല്ല. എന്നാൽ നമുക്ക് നമ്മുടെ ഒരു നോർമൽ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയുന്ന കുറേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാൽ എല്ലാ ക്വസ്റ്റ്യനും തന്നെ കൃത്യമായ പ്രാക്ടീസോട് കൂടി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നമ്പർ സീരീസ്, എങ്ങനെയൊക്കെയാണ് നിങ്ങളൊരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് അതിനെ അപ്രോച്ച് ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഒരു സീരീസ് എന്താണ് ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മൂവീസ് കാണാറുണ്ട്, അതുപോലെ തന്നെ സീരീസസും കാണാറുണ്ട് അല്ലേ. അപ്പോൾ മൂവി എന്ന് പറയുമ്പോൾ ചിലപ്പം ഒറ്റ ഒരു എഡീഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ മൂവി മാത്രം, അത് അവിടെ തീർന്നു. സീരീസ് അങ്ങനെയല്ല, ഒരു സ്റ്റോറി എന്ത് ചെയ്യാണ്, അതിൻ്റെ ഓരോ എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ തുടരെ ഇങ്ങനെ അതിൻ്റെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ അതേ രൂപത്തിൽ തന്നെ നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറിന് പിറകെ വേറെ നമ്പേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഒരു സ്പെസിഫിക് പാറ്റേണിന്റെ ബേസിലായിരിക്കും, അതായത് വെറുതെ റാൻഡംലി അറേഞ്ച് ചെയ്യല്ല, അവിടെ എന്തെങ്കിലും ഒരു റൂളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പാറ്റേണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്പേഴ്സിന്റെ പിറകെ ആയിട്ട് എന്ത് ചെയ്യാണ്, ബാക്കി നമ്പേഴ്സ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്പർ സീരീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്പർ സീരീസിൽ തന്നെ പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നമ്പർ സീരീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്പർ സീരീസ് ആണ് ഡിഫറൻറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കും. ഓക്കെ, രണ്ടാമത്തതാണ് പ്രൊഡക്റ്റ് സീരീസ്, മൂന്നാമത്തതാണ് സ്ക്വയേഴ്സ് ഓർ ക്യൂബ് സീരീസ്, നാലാമത്തതാണ് മിസലേനിയസ് സീരീസ്, അഞ്ചാമത്തതാണ് കോമ്പിനേഷൻ സീരീസ്. അപ്പോൾ ഇത് ഓരോന്നും ഈ അഞ്ചെണ്ണവും ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഡിഫറൻസ് സീരീസ്. അപ്പോൾ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസമാണ് മെയിൻ ആയിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 എന്നുള്ള രൂപത്തിൽ ഞാൻ ഒരു സീരീസ് എടുക്കുകയാണ്. അപ്പോൾ 1ൽ നിന്ന് 1 കൂടി 2 ആയി, 2ൽ നിന്ന് 1 കൂടി 3 ആയി എന്നുള്ള രൂപത്തിൽ ഒരു സ്പെസിഫിക് ടേം ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ പോകുന്ന കൈൻഡ് ഓഫ് സീരീസുകൾക്കാണ് നമ്മൾ ഡിഫറൻസ് സീരീസ് എന്ന് പറയാം. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടേം ആഡ് ചെയ്ത് പോവാം അല്ലെങ്കിൽ ഡിഫറൻസ് ചെയ്ത് പോവാം, അങ്ങനെയുള്ള സീരീസുകൾക്കാണ് നമ്മൾ ഡിഫറൻസ് സീരീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ ഡിഫറൻസ് സീരീസ് തന്നെ രണ്ട് കൈൻഡ് ഓഫ് സീരീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് നമ്പർ വിത്ത് കോൺസ്റ്റന്റ് ഡിഫറൻസ്. കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഡിഫറൻസ് തന്നെ ആഡ് ചെയ്ത് പോവാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. സിമ്പിളായിട്ട് ഇപ്പോൾ 2 4 6 8 10 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സീരീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 2ൽ നിന്ന് 2 കൂടി 4 ആയി, വീണ്ടും 2 കൂടി, വീണ്ടും 2 കൂടി, വീണ്ടും 2 കൂടി. ഓക്കെ, അപ്പോൾ 2 തന്നെയാണ് അവിടെ കൃത്യമായിട്ട് ആഡപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് ഡിഫറൻസ് ആണ്, ഒരേ ടേം തന്നെയാണ് ആഡ് ചെയ്തുകൊണ്ട് പോയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് ഡിഫറൻസ് സീരീസ് ആണ്. ഇനി രണ്ടാമത്തെ അവിടെ ബി ആയിട്ട് പറയുന്നത് എന്താ, നമ്പർ സീരീസ് വിത്ത് ആൻ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് കൂടുക അല്ലെങ്കിൽ കുറയുക. അപ്പോൾ സെയിം ഡിഫറൻസ് തന്നെ അല്ല. ഇപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് 2 തന്നെയായിരുന്നു കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. 1, നെക്സ്റ്റ് ഞാൻ 2 എടുത്തു, നെക്സ്റ്റ് ഞാൻ 4 എടുത്തു, നെക്സ്റ്റ് ഞാൻ 7 എടുത്തു, നെക്സ്റ്റ് ഞാൻ 11 എടുത്തു. ആ സീരീസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നോക്കുക, ഇവിടെ 1ൽ നിന്ന് 2ലേക്ക് 1 ആഡ് ചെയ്തു, നെക്സ്റ്റ് 2ൽ നിന്ന് 4ലേക്ക് 2 ആഡ് ചെയ്തു, 4ൽ നിന്ന് 7ലേക്ക് 3 ആഡ് ചെയ്തു, 7ൽ നിന്ന് 11ലേക്ക് 4 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം എന്തായിരിക്കും, 11 + 5 16 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് രണ്ട് കൈൻഡ് ഓഫ് ഡിഫറൻറ്റ് സീരീസസ് വരുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഓഫ് ദ സീരീസ്. താഴെ തന്നിരിക്കുന്ന സീരീസിലെ അടുത്തൊരു പദം ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ 1 4 7 10 13 1 4 7 10 13 നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ആ തന്നിരിക്കുന്ന സീക്വൻസിലെ ടേംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കാം. 1ൽ നിന്ന് 4ലോട്ട് വരുന്ന സമയത്ത് +3 ആണ്, 4ൽ നിന്ന് 3ലോട്ട് വീണ്ടും +3 ആണ്, നെക്സ്റ്റ് 7ൽ നിന്ന് 10ലോട്ട് വീണ്ടും +3 ആണ്, 10ൽ നിന്ന് 13ലോട്ടും +3 ആണ്. അപ്പോൾ വീണ്ടും ഒരു 3 ആഡ് ചെയ്ത് കൊടുക്കുക. 13 + 3 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് വരുമോടാ, 16 ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അല്ലേ, ഒരു സെയിം ആയിട്ടുള്ള ഡിഫറൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 13ലേക്ക് 3 ആഡ് ചെയ്യുന്ന സമയത്ത് 16ലേക്ക് നമുക്ക് എത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഫൈൻഡ് ഔട്ട് ദ നെക്സ്റ്റ് ടേം ഓഫ് ദ സീരീസ് 10 15 19 22 24.
ഓക്കെ. അപ്പോൾ 10ൽ നിന്ന് 15ലേക്ക് എത്തുമ്പോൾ +5 ആണ്. 15ൽ നിന്ന് 19ലേക്ക് +4 ആണ്. നെക്സ്റ്റ് 19ൽ നിന്ന് 22ലേക്ക് +3 ആണ്. നെക്സ്റ്റ് 22ൽ നിന്ന് 24ലേക്ക് +2 ആണ്. കൃത്യമായിട്ട് നോക്കുക. ആദ്യം 5 കൂടി, പിന്നെ 4 കൂടി, പിന്നെ 3 കൂടി, പിന്നെ 2 കൂടി. അപ്പോൾ നെക്സ്റ്റ് എന്താ? 1 കൂടും. ഓക്കെ. 24ലേക്ക് 1 കൂടുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 25 ആയിരിക്കും അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊന്നും അങ്ങനെ കാര്യപ്പെട്ടൊരു ഡിഫിക്കൽറ്റി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല. നിങ്ങളുടെ NMSന്റെ പാസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻറ്റ് സീരീസ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് ഓരോന്നും അത് സിമ്പിൾ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? രണ്ടാമത്തൊരു ടൈപ്പ് ഓഫ് സീരീസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതാണ് പ്രൊഡക്റ്റ് സീരീസ്. നമ്മൾ ഓൾറെഡി ഡിഫറൻറ്റ് സീരീസ് എന്താണെന്ന് പഠിച്ചു. രണ്ടാമത്തതാണ് പ്രൊഡക്റ്റ് സീരീസ്. ഓക്കെ. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അതിനാണ് മെയിനായിട്ട് പ്രൊഡക്റ്റ് എന്ന് പറയാം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിന്. ഓക്കെ. അപ്പോൾ എ പ്രൊഡക്റ്റ് സീരീസ് ഈസ് യൂഷ്വലി എ നമ്പർ സീരീസ് വേർ ദ ടേംസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ എ പ്രോസസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ നേരത്തെ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പറഞ്ഞത് ഒരു ടേം തന്നെ ആഡ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ എന്തെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് പോവുക, കുറച്ച് പോവുക. ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു ചെയ്യുക അല്ലെ, ഗുണിക്കുക. ആ ഒരു രൂപത്തിലുള്ള റിലേഷൻസ് ആണ് വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ്റെ ബേസിലോട്ട് നോക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി അതിൽ കിട്ടും. നോക്കിയാലോ? കൺസിഡർ ദ സീരീസ്. ഒരു സീരീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒന്ന് നോക്കുക. എന്താണ്? 2, 4, 8, 16, 32, 64 അല്ലേ? 2, 4, 8, 16, 32, 64. ഇതാണ് നമുക്ക് അവിടുത്തെ സീക്വൻസ് വരുന്നത്. ഓക്കെ. അപ്പോൾ 2നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് 4 കിട്ടും. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 8 കിട്ടും. 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 16 കിട്ടും. 16നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 32 കിട്ടും. 32നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 64 കിട്ടും. 64നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 128 ആൻസർ വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മുന്നോട്ടേ പോവാം. ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. 64, 32, 16 and 8. ഓക്കെ. ഞാൻ സീരീസ് താഴെയൊക്കെ എഴുതുന്നുണ്ട്. 64, 32, 16 and 8. ഓക്കെ. 64നെ അതിൻ്റെ ഹാഫ് എടുക്കുകയാണ്. ഓക്കെ. മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ സാറേ ഇവിടെ ഡിവിഷൻ അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് എടുക്കുക എന്ന് പറയുമ്പോൾ ഡിവിഷൻ അല്ലേ എന്ന് ചോദിക്കരുത്. കാരണം എന്താ? ഡിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് 64ൻ്റെ ഹാഫിനെ നമുക്ക് ഇങ്ങനെ കണ്ടൂടെ? 64 × 1/2. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് പറഞ്ഞൂടെ? ഓക്കെ. ഇനി അങ്ങനൊന്നും വേണ്ട, ജസ്റ്റ് ഹാഫ് എടുത്താൽ മതി. ഹാഫ് എടുത്തിട്ട് പോയാൽ മതി. നമുക്ക് എന്ത് ചെയ്യും? നെക്സ്റ്റ് ടൈമിലേക്ക് അവിടെ വളരെ ഈസി ആയിട്ട് തന്നെ എത്തും. ഓക്കെ. അപ്പോൾ 64ൻ്റെ ഹാഫ് ആണ് അല്ലെ? 64 / 2 ആണ് നമുക്ക് 32 വന്നത്. 32 / 2 ആണ് 16 വന്നത്. 16 / 2 ആണ് 8 വന്നത്. അങ്ങനെയാണെങ്കിൽ 8/2 = 4 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? നെക്സ്റ്റ് ടേം 4 ആയിരിക്കും നമുക്ക് അടുത്തൊരു ടേം ആയിട്ട് അവിടെ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? മുന്നോട്ടേക്ക് പോവാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദിസ് സീരീസ്. എന്താ വരുന്നത്? 2, 1, 1/2, 1/4. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ പിടിക്കാൻ കഴിയുന്നുണ്ടോ? കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇത് 2നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 2 ക്യാൻസലായി 1 വന്നു. അതാണ് സെക്കൻഡ് ടേം. ഇനി ആ സെക്കൻഡ് ടേമിനെ വീണ്ടും നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 തന്നെയാണ്. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് ടേം വന്നിട്ടുള്ളത്. ഇനി ആ 1/2നെ വീണ്ടും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 1 1, 2 × 2 4, 1/4 കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ഒരു ടേം. ഇനി നെക്സ്റ്റ് അടുത്തൊരു ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 1/4നെ വീണ്ടും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാ ടേമിനെയും 1/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 1 × 1 1 / 4 × 2 8. ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. 1/8 ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. താഴെയുള്ള ഡിനോമിനേറ്റർ അല്ലേ, മുകളിലുള്ളതും താഴെയുള്ളതും നേരക്ക് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ. 1 × 1 1, 4 × 2 8. സോ 1/8 ആണ് നമുക്ക് അവിടെ ആൻസർ വരിക. സിമ്പിൾ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി. 4, 20, 80, 240. ഓക്കെ. 4, 20, 80, 240. അപ്പോൾ ഇവിടെ എങ്ങനെയാ റിലേഷൻ വരുന്നത്? നമുക്കറിയാം 4 × 5 ആണ് 20. കൺഫ്യൂഷൻ ഒന്നുമില്ല. നെക്സ്റ്റ് 20 × 4 ആണ് 80. ക്ലിയർ ആണ്. നെക്സ്റ്റ് 80 × 3 ആണ് 240. ഓക്കെ. അപ്പോൾ × 5 × 4 × 3. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്താ വരിക? 240 × 2, അതായത് 480 ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? സോ സിമ്പിളായിട്ട് അപ്പോൾ അവിടെ
ഒരേ ടേം അല്ല മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. ആദ്യം 5 മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 4 മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 3 മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 2 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് 480 ആൻസറിലോട്ട് നമ്മൾ എത്തി. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടി. 2, 6, 12, 20, 30. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് രണ്ട് രൂപത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് സീരീസിന് അണ്ടറിലാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിഫറൻറ്റ് സീരീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. ഓക്കെ, നോക്കിയാലോ. 2, 6, 12, 20, 30. ഓക്കെ, 2ൽ നിന്ന് 6ലോട്ട് പോകുന്ന സമയത്ത് +4, 6ൽ നിന്ന് 12ലോട്ട് +6, 12ൽ നിന്ന് 20ലോട്ട് +8, 20ൽ നിന്ന് 30ലോട്ട് +10. ജസ്റ്റ് നോക്കുക, 4, 6, 8, 10. ഓക്കെ, 4, 6, 8, 10. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്താ ആഡ് ചെയ്യുക? 30 + 12 ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് 42 നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇത് നമുക്ക് വേറൊരു രീതിയിലും കൂടി സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു സീരീസിൻ്റെ ബേസിൽ നിങ്ങൾ ഡിഫറൻറ്റ് സീരീസ് ചെക്ക് ചെയ്ത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അതിനെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് കോംപ്ലക്സ് ആക്കേണ്ട. പക്ഷേ ഇതിൽ വേറൊരു ഐഡിയ കൂടി ഉണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കാം. 2, 6, 12, 20, 30. ഓക്കെ, 2നെ എനിക്ക് 1 × 1 + 1 എന്ന് പറഞ്ഞൂടെ? ഓക്കെ, 2നെ 1 × 1 + 1 എന്ന് പറയാം. 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 1 2. 6നെ 2 × 2 + 2 എന്ന് പറയാം. 2 × 2 4 ആണ്. 4 + 2 6 ആണ്. 12നെ 3 × 3 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. +3 12 ആയി. 20യെ 4 × 4 + 4. ഓക്കെ, നെക്സ്റ്റ് 30യെ 5 × 5 + 5 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ആൻസർ എന്തായിരിക്കും? നമ്മുടെ ആൻസർ 6 × 6 + 6 = 36 + 6 = 42 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഇങ്ങനെ ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്നുമില്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ. പക്ഷേ ഇങ്ങനെയും കൂടി ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രം. ആ ഡിഫറൻറ്റ് സീരീസ് ഉപയോഗിച്ചിട്ട് തന്നെ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്വയർ ഓർ ക്യൂബ് സീരീസ്. അപ്പോൾ പല സ്റ്റുഡൻസും ഈ ഒരു സ്ക്വയർ ഓർ ക്യൂബ് റിലേറ്റഡ് സീരീസുകളിൽ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, മിനിമം ഒരു 20 വരെയുള്ള സ്ക്വയേഴ്സ് എങ്കിലും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് സ്ക്വയേഴ്സ് എന്താണെന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 10ൻ്റെ സ്ക്വയർ ചോദിച്ചാൽ 10 × 10, 5ൻ്റെ സ്ക്വയർ വെച്ചാൽ 5 × 5 25, ഇനി 7ൻ്റെ സ്ക്വയർ വെച്ചാൽ 7 × 7 49. അപ്പോൾ ഞാൻ ജസ്റ്റ് 15ൻ്റെ സ്ക്വയർ എത്രയെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ്ലി 225 എന്ന് പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എത്തണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 19ൻ്റെ സ്ക്വയർ ചോദിച്ചാൽ 361 എന്നുള്ള രൂപത്തിലേക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്ക്വയേഴ്സ് 20 വരെ ഉള്ളതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. കാരണം അങ്ങനെ സ്ക്വയേഴ്സ് പഠിച്ചാൽ മാത്രമാണ് ഒരു സീരീസ് കാണുന്ന സമയത്ത്, ഇവിടെ സീരീസിൽ മാത്രമല്ല പ്രശ്നം വരിക, നിങ്ങൾക്ക് അനാലജി അതുപോലെ തന്നെ ഓഡ് വൺ ഔട്ട്, അതായത് ക്ലാസിഫിക്കേഷൻ, ഇതിലൊക്കെ തന്നെ ഈ ഒരു സ്ക്വയേഴ്സിനെ കൊണ്ടും ക്യൂബ്സിനെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്വയേഴ്സ് പഠിക്കുക. 20 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കുക. അതുപോലെ തന്നെ 15 വരെയുള്ളത്, മിനിമം ഒരു 10 വരെയുള്ള ക്യൂബെങ്കിലും എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ ഒരു സീരീസ് വരുന്ന സമയത്ത് സാറൊന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, സ്ക്വയർ ആണ്, അല്ലെങ്കിൽ സ്ക്വയർ റിലേറ്റഡ് സീരീസ് ആണ്, അപ്പോൾ ഞാനൊന്ന് സ്ക്വയർ പഠിച്ചതുകൊണ്ട് എനിക്കത് ഉപകാരമായി എന്നുള്ള രൂപത്തിൽ നിങ്ങൾ എന്തായാലും പറയും. അപ്പോൾ ആ ഒരു സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പിക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയേഴ്സ് അറിയണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നട്ടം തിരിയും, ഇതെന്താ പരിപാടി എന്നുള്ളത് നമുക്കൊരു ഐഡിയയും കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുണ്ടാവരുത്. കൃത്യമായിട്ട് സ്ക്വയേഴ്സും ക്യൂബ്സും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു സ്ക്വയേഴ്സും ക്യൂബ്സും റിലേറ്റഡ് സീരീസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തന്നിരിക്കുന്ന സീരീസിലെ ഓരോ പദങ്ങളും ഓരോ ടേംസും എന്തായിരിക്കും? സ്ക്വയേഴ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്യൂബ്സുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും. ഡയറക്റ്റ് സ്ക്വയറിനെ തരണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അപ്പോൾ അതുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് അവിടെ കണ്ടെത്തുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാലോ? കൺസിഡർ ദ സീരീസ്. ഒരു സീരീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നെക്സ്റ്റ് ടേം ഏതാന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. സീരീസ് ഒന്ന് നോക്കാം. 4, 16, 36,
64. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. 16 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആണ്. 36 എന്ന് പറഞ്ഞാൽ 6 × 6 അതായത് 6 സ്ക്വയർ ആണ്. 64 എന്ന് പറഞ്ഞാൽ 8 × 8 അതായത് 8 സ്ക്വയർ ആണ്. കൃത്യമായിട്ട് നോക്കുക. 2 4 6 8. അപ്പോൾ നെക്സ്റ്റ് ആൻസർ എന്തായിരിക്കും? 10 സ്ക്വയർ ആയിരിക്കും. അതായത് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് അപ്പോൾ 4ഉം 6ഉം 16ഉം അതുപോലെ തന്നെ 36ഉം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ക്വയേഴ്സ് ആണെന്നും ഇപ്പോൾ സ്ക്വയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ റിലേഷൻ ആണെന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വേഗം മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, അങ്ങനെ ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? വേഗം ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സീരീസ് ആണ്. നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവേണ്ടതാണ് സ്ക്വയർ അറിയുന്നവർക്ക്. 81 നെക്സ്റ്റ് ടേം 9, 64 8, 49 7, അങ്ങനെയാണെങ്കിൽ 36 ഏതായിരിക്കും എന്നുള്ളതാണ്. 9ന്റെ സ്ക്വയർ ആണ് 81, 8ന്റെ സ്ക്വയർ ആണ് 64, 7ന്റെ സ്ക്വയർ ആണ് 49. ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 36? 6ന്റെ സ്ക്വയർ ആണ്. 6 × 6 ആണ് നമുക്ക് 36 വരിക. സോ 6ന്റെ സ്ക്വയർ ആണ് നമുക്ക് 36 വരുന്നത്. സോ നമ്മുടെ ആൻസർ 6 ആണ്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 3 8 15 24. 3 8 15 24. ഇവിടെയും നമുക്ക് ഡിഫറൻറ്റ് സീരീസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ ഇവിടെ സ്ക്വയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഡിഫറൻറ്റ് സീരീസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് +5 നെക്സ്റ്റ് +7 നെക്സ്റ്റ് +9. അപ്പോൾ 5 7 9 അപ്പോൾ അടുത്തത് എന്ത് വരും? +11 വരും. സോ 35 നമുക്ക് ആൻസർ ആവും. ഓക്കെ, 5 കൂടി 7 കൂടി 9 കൂടി അല്ലെ, 5 കൂടി 7 കൂടി 9 കൂടി, നെക്സ്റ്റ് എത്ര കൂടും? 11 കൂടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് സ്ക്വയർ റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻ വരുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് 1 3 ആണ്. 3നെ നമുക്ക് 4 - 1 എന്ന് പറഞ്ഞൂടെ? അതായത് 2 സ്ക്വയർ - 1 എന്ന് പറഞ്ഞു. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. അതുപോലെ തന്നെ 8നെ നമുക്ക് 9 - 1 എന്ന് പറയാം. അതായത് 3 സ്ക്വയർ - 1 എന്ന് പറയാം. 15നെ നമുക്ക് 16 - 1 എന്ന് പറയാം. അതായത് നമുക്ക് എന്ത് പറയാം? 4 സ്ക്വയർ - 1 എന്ന് പറയാം. 24നെ നമുക്ക് 25 - 1 അതായത് 5 സ്ക്വയർ - 1 എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം ഏതായിരിക്കും വരിക? 6 സ്ക്വയർ - 1 ആയിരിക്കും അല്ലേ? അതായത് 36 - 1 ആയിരിക്കും. ദാറ്റ് ഈസ് 35. ഓക്കെ, ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് അതിനെ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ സീരീസ് 2 9 28 65. ആ സീരീസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ടേം കാണാൻ വേണ്ടിയിട്ടാണ് ഒബ്വിയസ്ലി. ഓക്കെ, സോ ജസ്റ്റ് നോക്കാം. 2 9 28 65. ഓക്കെ, നിങ്ങളൊന്ന് നോക്കി നോക്ക്. എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ക്വയർ ആൻഡ് ക്യൂബ് സീരീസ് ആണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. 2നെ നമുക്ക് 1 + 1 എന്ന് പറയാം. 9നെ നമുക്ക് 8 + 1 എന്ന് പറയാം. 28നെ 27 + 1 എന്ന് പറയാം. 65നെ 64 + 1 എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഈ ഒരു സീരീസ് കാണുമ്പോൾ തന്നെ സ്ക്വയറും ക്യൂബും അറിയുന്നവന് കാര്യം കത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് ഞാൻ 1³ + 1 എന്ന് എഴുതാണ്. 1 + 1 ഞാൻ 1³ + 1 എന്ന് എഴുതാണ്. അപ്പോൾ അതെങ്ങനെയാ എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നാണ് എഴുതുന്നത്. അതായത് 1ഉം 8ഉം 27ഉം 64ഉം എന്നൊക്കെ പറഞ്ഞാൽ 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും ഒക്കെ എന്താണ്? ക്യൂബുകളാണ്. ഓക്കെ, അപ്പോൾ 8നെ 2³ എന്ന് പറയാം. 2³ + 1. 27 എന്ന് പറഞ്ഞാൽ 3³ + 1. 64 എന്ന് പറഞ്ഞാൽ 4³ + 1. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. 1³ + 1, 2³ + 1, 3³ + 1, 4³ + 1. അപ്പോൾ നെക്സ്റ്റ് ടേം നമുക്ക് എന്താ? 5³ + 1 ആണ്. എന്താണ് ഈ 5³ എന്ന് പറഞ്ഞാൽ? 5 × 5 × 5 ആണ്. 5നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 5 സ്ക്വയർ ആണെങ്കിൽ 5നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 5 × 5 × 5 5 × 5 25 ആണ്. 25 × 5 125 അല്ലെങ്കിൽ 125.
ഇപ്പോൾ 125 അതിലേക്ക് ഒരു 1 കൂടി ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 126 ആണ് നമുക്കവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ ഇനീഷ്യൽ ലെവലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര പിക്ക് ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. കൂടുതൽ പ്രാക്ടീസിലൂടെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നതിലൂടെ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തിവരും. ഓക്കെ, ഇനീഷ്യൽ ലെവൽ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ വെരി ഗുഡ് ജോബ്. ഓക്കെ, സോ നമ്മൾ നാലാമത്തെ ഒരു ടൈപ്പ് ഓഫ് സീരീസിലേക്ക് കിടക്കുകയാണ്. മിസ്സെല്ലേനിയസ് സീരീസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു ഫാക്ടറാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും അല്ലേ? എന്താണ്? നമുക്ക് ഒരു നമ്പറിനെ അതിൻ്റെ ഘടകങ്ങളായിട്ട്, അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് ആ നമ്പറും 1ഉം മാത്രമുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. അല്ലെങ്കിൽ ടോട്ടൽ ഘടകങ്ങളുടെ എണ്ണം 2 ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 13ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 13ഉം മാത്രമാണ്. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ എടുക്കാം, 11ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 11ഉം മാത്രമാണ്. 9 പ്രൈം ആണോ? അല്ല. കാരണം 9ൻ്റെ ഘടകങ്ങളായിട്ട് 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ 1ഉം 9ഉം കൂടാതെ, ആ നമ്പറും 1ഉം കൂടാതെ എക്സ്ട്രാ വേറൊരു ഘടകം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ 9 തീർച്ചയായിട്ടും എന്ത് നമ്പറാണ്? കോമ്പോസിറ്റ് നമ്പറാണ്. എന്താണ്? കോമ്പോസിറ്റ് നമ്പറാണ്. ഓക്കെ, ഞാനിവിടെ എഴുതാം, കോമ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള, പ്രൈം നമ്പേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സീരീസ് ക്വസ്റ്റ്യൻസ് നോർമലി എന്ത് ചെയ്യാറുണ്ട്? എക്സാം പേപ്പറുകളിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ പ്രൈം നമ്പർ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാ? 2 ആണ്. ഓക്കെ, 2 മാത്രമാണ് ഏക ഈവൺ പ്രൈം നമ്പർ. ഓക്കെ, ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഏക പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 മാത്രമാണ്. കാരണം അടുത്തൊരു ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. ആ 4ൻ്റെ ഘടകമായിട്ട്, 4ൻ്റെ ഫാക്ടർ ആയിട്ട് നമുക്ക് 2 വരും. ദാറ്റ് മീൻസ് അത് കോമ്പോസിറ്റ് ആയി. അവിടുന്ന് അങ്ങോട്ട് ഏതൊരു ഇരട്ട സംഖ്യ എടുത്താലും, ഈവൺ നമ്പർ എടുത്തു കഴിഞ്ഞാലും കൃത്യമായിട്ട് അവിടെ 2 ഒരു ഫാക്ടർ ആയിരിക്കും, 2 ഒരു ഘടകമായിരിക്കും. സോ 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. അതുപോലെ തന്നെ 2 ആണ് ഏക ഇരട്ട സംഖ്യ പ്രൈം നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതുപോലെ തന്നെ 1 അപ്പോൾ പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും. 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല, അതുപോലെ തന്നെ ആരുമല്ല, കോമ്പോസിറ്റും അല്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം. നെക്സ്റ്റ് 3 വന്നു, നെക്സ്റ്റ് 4 ഇല്ല, 5 വന്നു, 7 വന്നു, 9 വരില്ല, 11 വന്നു, 13, 15 ഇല്ല, 17, നെക്സ്റ്റ് 19, 21 ഇല്ല, 23. അങ്ങനെ എന്ത് ചെയ്യും? ആ ഒരു പ്രൈം നമ്പറിന്റെ സീരീസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചെണ്ണെങ്കിലും എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു 50 വരെയുള്ളൊക്കെ പ്രൈം നമ്പേഴ്സ് എങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് ആ നമ്പേഴ്സ് ആയിട്ട് ഒന്ന് ഇടപഴകുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫെമിലറൈസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? അതൊന്നും കൂടി കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കഴിയാം. ഇപ്പോൾ ഈ പ്രൈം നമ്പേഴ്സിന്റെ കേസ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സ്ക്വയർ ആൻഡ് ക്യൂബ് സീരീസിന്റെ കേസൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സീരീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്സിലും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോസ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇവിടെ അത് പഠിച്ചു എന്ന് കരുതി നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്കത് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാലോ? നോക്കാം. കൺസിഡർ ദ സീരീസ് 3, 5, 7, 11, 13. ഓക്കെ, 3, നെക്സ്റ്റ് 5 വന്നു, 7 വന്നു, 11 വന്നു. ഓക്കെ, 3, 5, 7 അങ്ങനെ മാത്രമാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ 9 പറഞ്ഞേനെ. പക്ഷേ 7ന് ശേഷം ഇവിടെ 11 വന്നിട്ടുണ്ട്, 11ന് ശേഷം 13. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പ്രൈം നമ്പേഴ്സിന്റെ ഒരു സീരീസ് ആണ് അല്ലേ? പ്രൈം നമ്പേഴ്സ് ആണ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള. എന്താ ഈ കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ? അടുപ്പിച്ച് വരുന്ന പ്രൈം നമ്പേഴ്സ്. 3 കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള പ്രൈം നമ്പർ 5, 5ൻ്റെ അടുത്തുള്ള പ്രൈം നമ്പർ 7, ആ രൂപത്തിൽ അടുത്തടുത്ത് വരുന്ന പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 13 കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 17. ഓക്കെ, 13 കഴിഞ്ഞ് നിങ്ങൾ 14 നോക്കേ വേണ്ട, എന്താണ്? ഇരട്ട സംഖ്യയാണ്. 15 നോക്കിയാൽ മതി. പക്ഷേ 15ന് 3 ഒരു ഘടകമായിട്ടുണ്ട്, ഫാക്ടർ ആയിട്ടുണ്ട്, 5 ഒരു ഫാക്ടർ ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് 17 ആണ്. 17 എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ അടുത്തൊരു പദമായിട്ട് ഈ ഒരു സീരീസിലെ വരെ ഏതാണ്? 17 ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ സീരീസ് 8, 24, 48, 120, 168. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കുക. 8, 24, 48, 120, 168. 8, 24, 48,
120, 168. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ക്വയേഴ്സുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, നോക്കാം. ഇത് 9 - 1 ആണ്, ഇത് 25 - 1 ആണ്, ഇത് 49 - 1 ആണ്, ഇത് 121 - 1 ആണ്, ഇത് 169 - 1 ആണ്. ഓക്കെ, അപ്പൊ 9 - 1 എന്ന് പറയുമ്പോൾ 9 3 സ്ക്വയർ ആണ്, 3 സ്ക്വയർ - 1. 25 - 1 that means 5 square - 1. 49 - 1 7 square - 1. 121 - 1 that means 11 square - 1. 11 square ആണ് 121. 169 - 1 that means 13 square - 1. ക്ലിയർ? ഓക്കെ, നോക്കുക. 3 5 7 11 13 എന്താ? 3 5 7 11 13 3 5 7 11 13. ഇതൊക്കെ എന്താ? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ അടുത്തൊരു പ്രൈം നമ്പർ എന്താ വരിക? അടുത്തൊരു പ്രൈം നമ്പർ 17 ആണ്. 17 സ്ക്വയർ - 1 ഈക്വൽ ടു 289 - 1 288 ആണ് വരിക. 288 ആണ് വരിക. ഓക്കെ, അപ്പൊ കാഴ്ചയിൽ നമുക്ക് ആ സീരീസ് ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യെങ്കിൽ പോലും നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൺസ് ഇങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ആ രീതിയിൽ പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫിക്കൽറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചോളണം എന്നില്ല എങ്കിൽ പോലും ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഹയർ ഡിഫിക്കൽറ്റിയിൽ അവർ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാവണം. അതിനു വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി എന്തില്ല ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ഇടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു സീക്വൻസ് നോക്കുക. 1 1 2 3 5 8 1 1 2 3 5 8. അടുത്തൊരു പദം, അടുത്തൊരു ടേം ഏതായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 1 + 1 ആണ് നമുക്ക് 2 വരുന്നത്. നെക്സ്റ്റ് 2 + 1 ആണ് 3. നെക്സ്റ്റ് 2 + 3 ആണ് 5. 3 + 5 ആണ് 8. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം എന്താ വരിക? 5 + 8, അതായത് 13 വരും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അല്ലാന്നുണ്ടെങ്കിൽ മുൻപേ ഉള്ള 2 ടേമിന്റെ സമ്മ്. ഓക്കെ, അപ്പോൾ 1 വന്നു 1 വന്നു. അപ്പോൾ 1 1 കഴിഞ്ഞിട്ട് ആ 1 + 1 2 വന്നു. നെക്സ്റ്റ് 1 + 2 3 വന്നു. നെക്സ്റ്റ് 2 + 3 5 വന്നു. 5 + 3 8 വന്നു. നെക്സ്റ്റ് 8 + 5 നമ്മുടെ ആൻസർ ആയിട്ടുള്ള എന്ത് വന്നു? 13 വന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു സീക്വൻസിനെ ഫിബൊനാച്ചി സീക്വൻസ് എന്നും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ടൈപ്പ് ഓഫ് സീരീസ് അതാണ് കോമ്പിനേഷൻ സീരീസ്. അപ്പോൾ ഈ കോമ്പിനേഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കുറേ കൈൻഡ് ഓഫ് സീരീസസ് പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യാണ്, ഞാൻ ഒരു സീരീസ് കൺസിഡർ ചെയ്തു, എന്നിട്ട് വേറൊരു സീരീസും കൺസിഡർ ചെയ്തു. ഇതിനെ രണ്ടിനും കൂടി ഞാൻ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തിട്ട് ഞാൻ പുതിയൊരു സീരീസ് ഉണ്ടാക്കുകയാണ്. അതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സീരീസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? 2 ഡിഫറെൻറ്റ് സീരീസ് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഒരു ഡിഫറെൻറ്റ് സീരീസ് എടുത്തു, ഒരു പ്രൊഡക്റ്റ് സീരീസ് എടുത്തു, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് സീരീസ് തന്നെ വേറെ വേറെ ഡിഫറെൻറ്റ് സീരീസ് എടുത്തു. എന്നിട്ട് ഫസ്റ്റ് ഡിഫറെൻറ്റ് സീരീസിൽ ഫസ്റ്റ് ടൈം എടുത്തു, പ്രൊഡക്റ്റ് സീരീസിൽ ഫസ്റ്റ് ടൈം എടുത്തു, ഡിഫറെൻറ്റ് സീരീസിൽ സെക്കൻഡ് ടൈം എടുത്തു, പ്രൊഡക്റ്റ് സീരീസിൽ സെക്കൻഡ് ടൈം എടുത്തു. ആ രൂപത്തിൽ ഇങ്ങനെ കമ്പൈൻ ചെയ്യുക, 2 സീരീസ് കമ്പൈൻ ചെയ്യുക, എന്നിട്ട് പുതിയൊരു സീരീസ് ഉണ്ടാക്കുക. അതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സീരീസ് എന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. 2 6 10 3 9 13 4 12. കാര്യം സിമ്പിളാണ്. നമ്മൾ അങ്ങനെ 2 സീരീസ് കമ്പൈൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര വിചാരിക്കും ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ. അല്ല, സിമ്പിളാണ്. ജസ്റ്റ് നോക്കുക. 2 3 3 4 ഇതാണ് ഇവിടുത്തെ ഒരു സീരീസ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ജസ്റ്റ് നോക്കുക, ഈ ഒരു ടേം, ഇവിടെയുള്ള ടേം എന്തായിരിക്കും? 5 ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി രണ്ടാമത്തെ സീരീസ് ഞാൻ വേറെ കളറിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് റെഡിൽ കൊടുക്കാം. ഓക്കെ, 6 9 9 12. ഇപ്പോൾ 12 കഴിഞ്ഞ് അടുത്തൊരു ടേം ഇവിടെ എന്തായിരിക്കും? ഇവിടെ 15 ആയിരിക്കും അല്ലേ? 6 കഴിഞ്ഞു, അതിലേക്ക് 3 കൂടി 9 വന്നു. 9ലേക്ക് 3 കൂടി 12 വന്നു. 12ലേക്ക് 3 കൂടി 15 വന്നു. ഓക്കെ, ഇതൊന്നും നമ്മളോട് ചോദിക്കുന്നില്ല കേട്ടോ. ഈ 5ഉം 15 ഒക്കെ നമ്മൾ കണ്ടെത്തിയില്ല, അതൊന്നും നമുക്ക് കാണാനില്ല. നമുക്ക് ആ കാണേണ്ടത് 12ന് തൊട്ട് ശേഷം ഏതാണ് നമ്പർ, അതാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേറൊരു കളർ എടുത്തിട്ട് ചെയ്ത് നോക്കാം. നമുക്കൊരു വൈറ്റ് എടുക്കാം. ഓക്കെ, 10ഉം ഇവിടെ 13 വന്നു. 10 + 3 ആണ് 13. നെക്സ്റ്റ് 13 + 3 നമുക്ക് എന്ത് വരും? 16 വരും. ഓക്കെ, നമ്മുടെ ആൻസർ
16 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ സീരീസ് 1, 2, 6, 21, 88. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം 1, 2, 6, 21, 88. അതിൻ്റെ അടുത്തൊരു ടേം, അടുത്തൊരു പദം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ കോമ്പിനേഷൻ സീരീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ മെയിനായിട്ട് നിങ്ങളോട് പറഞ്ഞേ? രണ്ട് സീരീസ് കമ്പൈൻ ചെയ്ത് നമ്മൾ പുതിയൊരു സീരീസ് ഉണ്ടാക്കാം. അവിടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സീരീസ് പഠിപ്പിച്ച സമയത്ത് അവിടെ ഒന്നിക്ക് ആഡ് ചെയ്ത് പോവുക അല്ലെങ്കിൽ മൈനസ് ചെയ്ത് പോവുക എന്നുള്ള ഒരു സിംഗിൾ ഓപ്പറേഷൻ അല്ലേ, ഒരു സിംഗിൾ കാര്യം, ഒറ്റ കാര്യം. പ്രൊഡക്റ്റിലാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോവുക. അങ്ങനെ സ്ക്വയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികൾ, അങ്ങനെ സ്ക്വയർ ആൻഡ് ക്യൂബ് സീരീസ് വന്നു. പ്രൈം നമ്പേഴ്സ് അതുപോലെ തന്നെ അങ്ങനെ ഫിബൊനാച്ചി സീക്വൻസ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മിസ്സലേനിയസ് സീരീസ് വന്നു. ഇവിടെ നമുക്ക് ചില സീരീസിൽ രണ്ട് ഓപ്പറേഷൻ ഉണ്ടാവും. എന്താ രണ്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സീരീസ് ആണ് അതിനൊരു എക്സാമ്പിൾ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് അതിനെ പഠിക്കാം. ഓക്കെ, സീരീസ് ഒന്ന് കൺസിഡർ ചെയ്യാം. 1, 2, 6, 21, 88. നിങ്ങൾ NMSന്റെ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് 2 ഇയേഴ്സിലെ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ്, ഒരു മൾട്ടിപ്ലിക്കേഷനും ഒരു അഡീഷനും അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 1ൽ നിന്ന് 2ലേക്ക് എങ്ങനെ എത്തുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 × 1 + 1 ആണ് നമുക്ക് 2 വരുന്നത്, അതായത് സെക്കൻഡ് ടേം വരുന്നത്. ഇനി ആ 2നെ 2 × 2 + 2 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 2 × 2 4 ആണ്, 4 + 2 6 വരുന്നത്. ഇനി ആ 6നെ കൺസിഡർ ചെയ്യുക. 6 × 3 + 3. ഓക്കെ, അപ്പോൾ × 1 + 1 × 2 + 2 × 3 + 3. 6 × 3 18 ആണ്, 18 + 3 21 വന്നു. ഓക്കെ, നെക്സ്റ്റ് 21നെ കൺസിഡർ ചെയ്യുക. 21 അപ്പം എന്തായിരിക്കും നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. × 1 + 1 × 2 + 2 × 3 + 3 × 4 + 4. ഇപ്പോൾ × 4 എന്ന് പറയുമ്പോൾ 84 ആണ്, 84 + 4 88 ആയി. അപ്പോൾ അടുത്തത് ഇനി ആൻസർ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്. 88 × 5 + 5. ഓക്കെ, 88 × 5 എന്ന് പറഞ്ഞാൽ 440 ആണ്. 440 + 5 നമുക്ക് 445 ആൻസർ വരും. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ നോക്കുക, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒരു അഡീഷൻ അല്ലേ, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒരു അഡീഷൻ. അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ അതിലേക്ക് നമ്മൾ കൂട്ടി ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതും ഒരു കൈൻഡ് ഓഫ് കോമ്പിനേഷൻ സീരീസ് ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി. ഇൻ ദ ഫോളോയിങ് സീരീസ് എ wrong number ഈസ് ഗിവൺ, ഫൈൻഡ് ദ wrong number. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സീരീസിൽ നെക്സ്റ്റ് ടേം അല്ലെങ്കിൽ അടുത്തൊരു പദം കാണാനല്ല, മറിച്ച് താഴെ തന്നിരിക്കുന്ന സീരീസിലെ ഒരു പദം, ഒരു ടേം തെറ്റാണ്. ആ ഒരു ടേം ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 + 1 2 വന്നു. ഇനി 2 × 2 4 വന്നു. വീണ്ടും 4 + 3 ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഇങ്ങനെ 4 + 3 നമുക്ക് 7 വന്നു. 7 × 4 നമുക്ക് 28 വന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇവിടെ +5 അല്ലേ വരേണ്ടത് അല്ലേ? അങ്ങനെ ഓൾട്ടർനേറ്റീവ് നോക്കുന്ന സമയത്ത് നമുക്ക് 28 + 5 33 ആണ് നമുക്ക് വരേണ്ടത്. അതിൻ്റെ പകരം ഇവിടെ വന്നിട്ടുള്ളതാണെങ്കിൽ 140. ദാറ്റ് മീൻസ് ഇവനാണ് റോങ് നമ്പർ, ഇവനാണ് പ്രശ്നക്കാരൻ. ഓക്കെ, ഇവനാണ് ഇവിടെ പ്രശ്നം. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 33 വന്നിട്ട് ബാക്കിയുള്ള ടേം കറക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ 33 വരികയാണെങ്കിൽ, ഇൻ കേസ് ഇവിടെ 33 വരികയാണെങ്കിൽ നെക്സ്റ്റ് ടേം എന്താണ്, × 6 ആണ് വരിക. 33 × 6 എന്ന് പറഞ്ഞാൽ 198 ആണ്. അപ്പോൾ നെക്സ്റ്റ് ടേം +7 ആണ്. 198 + 7 എന്ന് പറഞ്ഞാൽ 205 ആണ്. ബാക്കിയെല്ലാം ഓക്കെ ആണ്. ആകെ പ്രശ്നം എന്താ, അവിടെ 140 വരാൻ പാടില്ലായിരുന്നു, പകരം ആരായിരുന്നു വരേണ്ടത്, 33 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ റോങ് നമ്പർ ഏതാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ആ സീരീസിലെ നമ്പർ ഏതാണ്, 140 ആണ്. ഇനി നമ്മൾ സീരീസിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സീരീസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ NMS പേപ്പറിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2, 7, 20, 61 അതുപോലെ തന്നെ 182. നോക്കാം, 2, 7, 20, 61, 182. ഓക്കെ, 2ൽ നിന്ന് 7ലോട്ട് എങ്ങനെ എത്തിയത്, 2 × 3 + 1. 2 × 3 6 ആണ്, 6 + 1 നമുക്ക് 7 കിട്ടി. ഇനി 7ൽ നിന്ന് 20ലേക്ക്
ഓക്കെ, എനിക്ക് തോന്നിയ പോലെ റിലേഷൻ എടുക്കാൻ പറ്റില്ല. ഞാനൊരു റിലേഷൻ എടുക്കുകയാണെങ്കിൽ അതിലൊരു പാറ്റേൺ കണ്ടെത്തണം. അങ്ങനെയാണ് സീരീസ് ഫോം ചെയ്യുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റായിരിക്കും. ഓക്കെ, നോക്കുക, 7 × 3 21 ആണ്. അപ്പോൾ 21ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 20 എത്തി. അപ്പോൾ ഇവിടെ × 3 + 1 ആയി, ഇവിടെ × 3 - 1 ആയി. അപ്പോൾ ആ ഒരു പാറ്റേൺ അനുസരിച്ച് അടുത്തത് എന്ത് വരണം? × 3 + 1 വരണം. അപ്പോൾ അത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ 20 ആണ് കിട്ടിയത്. 20 × 3 + 1, 20 × 3 60 ആണ്. 60 + 1 61, കറക്റ്റ് ആണ്. 61 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് × 3 - 1 വരണം. അപ്പോൾ 61 × 3 - 1, 61 × 3 183 ആണ്. 183 - 1 182 ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ വരിക? 182 × 3 + 1 ആണ്. ഓക്കെ, 180 × 3, 180 × 3 എന്ന് പറഞ്ഞാൽ 540 ആണ്. ഓക്കെ, 540 + 2 × 3 6 ആണ്, +1, ദാറ്റ് മീൻസ് 547 ആണ് നമുക്കവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കോമ്പിനേഷൻ സീരീസ് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒന്ന് ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അവിടെ എന്താ നിങ്ങൾ ഐഡിയ എങ്ങനെയാണ് പോകേണ്ടത്? ആദ്യം നിങ്ങളതൊരു ഡിഫറൻറ്റ് സീരീസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് സീരീസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. കണ്ടിട്ട് സ്ക്വയറും അതുപോലെ തന്നെ ക്യൂബുമായിട്ടും റിലേഷനൊന്നും വല്ലാണ്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കോമ്പിനേഷൻ സീരീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 2ൽ നിന്ന് എങ്ങനെ 7ലേക്ക് എത്താം എന്നുള്ള കാര്യമാണ് നിങ്ങളുടെ മൈൻഡിലൂടെ പോവേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 53 41 31 ഡാഷ്, ആ ഡാഷ് അവിടെയാണ് നമുക്ക് കാണാനുള്ളത്. 17 അതുപോലെ തന്നെ 13, 53 41 31, അടുത്തൊരു ടേം കാണാനില്ല. അടുത്തത് 17, അടുത്ത് 13. ഞാൻ റീറൈറ്റ് ചെയ്യുന്നുണ്ട്. 31, അടുത്തൊരാളെ കാണാനില്ല. 17 17 13. ഓക്കെ, 53ൽ നിന്ന് 41ലേക്ക് വരുമ്പോൾ എന്താണ്? 12 കുറക്കാണ്. -12 അല്ലേ? 12 കുറക്കാണ്. 41ൽ നിന്ന് 31ലേക്ക് വരുന്ന സമയത്ത് 10 കുറക്കാണ്. ഓക്കെ, 12 കുറച്ച് 10 കുറച്ചു. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? ലോജിക്കലി 8 ആയിരിക്കും കുറക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ -8 കുറച്ച് നോക്കുക. എന്നിട്ട് അത് ഓപ്ഷനിലുണ്ടോ നോക്കുക. 31 8 കുറക്കുന്ന സമയത്ത് 23 ആണ്. 23 ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഞാൻ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാണ്. ഇവിടെ 8 കുറച്ച് കഴിഞ്ഞാൽ അടുത്തത് 6 കുറക്കണം. 23 - 6 17 ആണോ എന്നുള്ളത് നോക്കുക. ആണ്, പ്രശ്നമൊന്നുമില്ല. 17ൽ നിന്ന് വീണ്ടും ഒരു 4 കുറക്കാം, നമുക്ക് 13 ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 31 63 127, 15 31 63 127 നിങ്ങളുടെ NMS പേപ്പറിൽ മുമ്പ് വന്നിട്ടുള്ള. ഇപ്പോൾ PYQ ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മുൻ വർഷങ്ങളിൽ NMSൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 15 നിന്ന് എങ്ങനെയാണ് 31ലേക്ക് വന്ന് നോക്കാം. 15 × 2 + 1, 15 × 2 30 ആണ്. 30 + 1 31 വന്നു. നെക്സ്റ്റ് 31ൽ നിന്ന് എങ്ങനെയാണ് 63ലേക്ക് വന്നത്? 31 × 2 62 ആണ്, +1. ഓക്കെ, ഇവിടെ വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. × 2 + 1. ഓക്കെ, നെക്സ്റ്റ് 63 × 2 126 ആണ്. 126 + 1 127. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 127 × 2 + 1. 127 × 2 240 247 254 254 + 1 255. ഓക്കെ, ഇതായിരിക്കും നമുക്കവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 9 25 49 81 അല്ലേ? സ്ക്വയേഴ്സിൻ്റെയും ക്യൂബ്സിൻ്റെയും കുറച്ചും കൂടി ഡിഫിക്കൽറ്റി ലെവൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല. എന്താ? 1 9 25 49 81 അല്ലെ? 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്. 49 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ ആണ്. 81 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ ആണ്. 1 3 5 7 9 എന്താണ്? ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പോൾ 1 3 5 7 9 അടുത്തെന്തായിരിക്കും? 11ൻ്റെ സ്ക്വയർ ആയിരിക്കും. 11 സ്ക്വയർ = 121. ഓക്കെ, സ്ക്വയറും ക്യൂബും അറിയാമെന്നുണ്ടെങ്കിൽ വെറും 5-6 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ സ്ക്വയർ ക്യൂബ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9 27 81 ഇതും സിമ്പിളാണ്, കാര്യമായിട്ടൊന്നുമില്ല. 9 27 81 9 × 3 ആണ് 27, ഒരു പ്രൊഡക്റ്റ് സീരീസ് ആണ് അല്ലേ? നെക്സ്റ്റ് 27 × 3 ആണ് 81. അങ്ങനെയാണെങ്കിൽ 81 × 3 അതായത് 243 ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരാം. ഇതും കാര്യമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ മുന്നത്തെ ഒരു കോമ്പിനേഷൻ സീരീസ് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഇതിനേക്കാളും ഡിഫിക്കൽട്ട് ആണെന്ന് പറയാം.
പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടീസ് അതിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0, 6, 24, 60, 120 അടുത്തൊരു ടേം കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഈ ഒരു സീരീസ് കണ്ടിട്ട് കിട്ടുന്നുണ്ടോ? ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, ഇവിടെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം 0 × 1 × 2 ആണ്. സെക്കൻഡ് ടേം 1 × 2 × 3 ആണ്. തേർഡ് ടേം 2 × 3 × 4 ആണ്. ഫോർത്ത് ടേം 3 × 4 × 5 ആണ്. ഫിഫ്ത്ത് ടേം 4 × 5 × 6 ആണ്. ഓക്കെ, ജസ്റ്റ് നോക്കുക. 0 × 1 × 2 0 ആണ്. 1 × 2 × 3 6 ആണ്. 2 × 3 6 ആണ്. 6 × 4 നമുക്ക് 24 വന്നു. നെക്സ്റ്റ് 3 × 4 12 ആണ്. 12 × 5 60 വന്നു. 4 × 5 20 ആണ്. 20 × 6 120 വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 5 × 6 × 7 അല്ലേ? ഇവിടെ 0-ൽ സ്റ്റാർട്ട് ചെയ്തു, 1-ൽ സ്റ്റാർട്ട് ചെയ്തു, 2-ൽ സ്റ്റാർട്ട് ചെയ്തു, 3-ൽ സ്റ്റാർട്ട് ചെയ്തു, 4-ൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 5-ൽ സ്റ്റാർട്ട് ചെയ്യും. 5 × 6 × 7 5 × 6 30 ആണ്. 30 × 7 3 × 7 21 ആണ്. സോ 210 ഇതായിരിക്കും അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഇത്രയുമാണ് സീരീസ്, നമ്പർ സീരീസ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് സീരീസുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ പേപ്പറിൽ നിന്നായിക്കോട്ടെ മറ്റു സോഴ്സിൽ നിന്നായിക്കോട്ടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം NMSന്റെ പേപ്പറിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്പർ സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനും മറ്റു കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതോ ഡൗട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും